പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം നാം എഴുതിയിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. സ്തോത്രം. നമുക്ക് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ സുന്ദരനായ ഒരു കുഞ്ഞിന്റെ ജനനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ പരിഹരിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം. ഇവിടെ മോശ എന്ന് പറയുന്ന കുഞ്ഞ് ഭയങ്കര സൗന്ദര്യമുള്ളവനായതുകൊണ്ട് അവനെ 3 മാസം ആരും അറിയാതെ ഒരു ഭവനത്തില് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ പിന്നെ അവനെ ഒളിപ്പിക്കുവാൻ കഴിയാതെ ആയപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകമുണ്ടാക്കി അതിന് പശയും കീശയും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഈ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളില് ഈജിപ്ഷ്യൻ രാജാവായ ഫറവോൻ ഇസ്രായേൽ ജനത്തിന്റെ വർധനവ് കണ്ട് ഭയപ്പെട്ടപ്പോൾ നോക്കുക, ഇസ്രായേലിൽ ഇനി ജനിക്കുന്ന തലമുറകളെ കൊന്നുകളയുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ വർധനവെ തടയുവാൻ ആദിജാതന്മാരായ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുവാൻ ഫറവോൻ കൽപ്പന ഇടുവാനിടയായി. എന്നാൽ ലേവി ഗോത്രത്തിൽ ജനിച്ച മോശ ആ സമയത്താണ് ജനിക്കുന്നത്. ഈ ഫറവോൻ കൽപ്പന ഇടുന്ന സമയത്താണ് എന്ത് ചെയ്യുക, മോശയുടെ ജനനം. ഈ മോശയെ കൊന്നു കളയുവാൻ ഫറവോൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ആ മാതാപിതാക്കളുടെ വേദന, ആ സമയത്തുള്ള വേദന അവർക്ക് തീരാവേദനയാണ്. സ്വന്തം കുഞ്ഞ്, സുന്ദരനായ കുഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനെ ഹല്ലേലൂയ കൊന്നു കളയുമല്ലോ, അല്ലെങ്കിൽ ഫറവോൻ അവനെ കണ്ടാൽ കൊന്നു കളയുമല്ലോ എന്ന് പേടിച്ചിട്ട് ഈ കുഞ്ഞ് ജനിച്ചത് ആരും അറിയാതെ 3 മാസം ഒളിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 3 മാസമുള്ള കുഞ്ഞിന്റെ ശബ്ദങ്ങളൊക്കെ ഒരുപക്ഷെ പുറത്തേക്ക്, എന്നാൽ പോലും ആ കുഞ്ഞ് അവന്റെ ശബ്ദങ്ങളോ കരച്ചിലോ അവനെ അത്രമാത്രം ആ മാതാപിതാക്കൾ കെയർ ചെയ്തോ ഒരു കരച്ചിന്റെ ശബ്ദം പോലും, അല്ലെങ്കിൽ അവന്റെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ശബ്ദം പോലും പുറത്തു കേൾക്കാത്ത വിധം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സൂക്ഷിക്കുവാൻ ഇടയായി. പക്ഷെ 3 മാസം ഒളിപ്പിച്ചു വെച്ച ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യുക, അടുത്ത മാസത്തിലേക്ക് കയറുമ്പോൾ അവനൊരു തിരിഞ്ഞു കിടക്കുവാനും കമന്ന് കിടക്കുവാനും ഒക്കെയുള്ള അറിവിലേക്ക് വരുന്നപ്പോൾ ഹല്ലേലൂയ, അവനെ ഒളിച്ചു വെപ്പിക്കാൻ കഴിയാതെ അവര് ഞാങ്ങണപ്പെട്ടവൻ വാങ്ങി അതിന് പശയും കീശയും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ ഞാങ്ങണ ഇടയിൽ വെച്ചു. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഫറവോനും അവന്റെ സൈന്യവും അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കാണാതെ വീട്ടുകളിൽ വന്ന് തപ്പുമ്പോ കുഞ്ഞുങ്ങളില്ലാതെ പോകണം. പോകേണ്ടതിന് ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ ഇവർ വരുന്ന നോക്കുന്നതിന് ആ സമയത്ത് കുഞ്ഞിനെ എന്ത് ചെയ്തു, ഹല്ലേലൂയ, ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി വെള്ളം കേറാതിരിക്കാൻ പശയും കീലും തേച്ച് ആ പൈതലിനെ അതിൽ കിടന്ന നദിയുടെ അരികിൽ ഞാങ്ങളുടെ ഇടയിൽ വെച്ചു. ആ കുഞ്ഞ് ഒഴുകി പോകാൻ വേണ്ടി അല്ല മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഞാങ്ങണ പെട്ടകത്തിനകത്ത് കിടത്തി അല്ലെങ്കിൽ സൈഡിൽ വെച്ച്. പക്ഷെ എന്ത് ചെയ്തു, വെള്ളത്തിന്റെ ഇളക്കം അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ആ ഞാങ്ങണ പെട്ടകം ഇളകി ആ വെള്ളത്തിലൂടെ ഇളകി അത് നദിയിലേക്ക് ഒഴുകി പോകുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ, ഈ ഇസ്രായേൽ ജനസംഖ്യ കുറയാൻ വേണ്ടിയിട്ട് എല്ലാ നവജാത എബ്രായ ആൺകുട്ടികളെയും കൊല്ലുവാൻ കൽപ്പന ഉത്തരവിട്ടപ്പോൾ ഹല്ലേലൂയ, മോശ ഇവിടെ എബ്രായ അമ്മയായ യാക്കേബത്ത് അവനെ നൈൽ നദിയിലുള്ള കുറ്റിക്കാട് രഹസ്യമായി ഒളിപ്പിച്ചു. സ്തോത്രം. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ, ഈ വെള്ളത്തിന്റെ ഇളക്കം തട്ടിയപ്പോൾ ഹല്ലേലൂയ, ഈ കുഞ്ഞ് എന്ത് ചെയ്തു, ആ വെള്ളത്തിലേക്ക് ആ ഹല്ലേലൂയ നൈൽ നദിയുടെ ആ ഇളക്കത്തിനനുസരിച്ച് ഈ ഒഴുകി നടുവിലേക്ക് പോകുവാനിടെ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശത്രുവിന് അവനെ കൊന്നു കളയുവാൻ കഴിയത്തില്ല. ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി
ദൈവം അവനെ വിളിച്ചിട്ടുണ്ട്. നോക്കുക, മോശയുടെ ഒന്നാമത്തെ കാലഘട്ടം തന്നെ ഭവനമായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നൈൽ നദിയിലൂടെ കടന്നു പോവുകയാണ്. ആ വെള്ളത്തിന്റെ നൈൽ നദി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കലക്ക വെള്ളമാണ് അതിനകത്ത്. ഹല്ലേലൂയ കവി എന്താണ് കവ ഒഴുകുന്ന ഒരു നദിയാണ്. കവി കഴിഞ്ഞ് ഒഴുകും എന്നുവെച്ചാൽ തീരമെല്ലാം ഭയങ്കരമായ കലക്ക വെള്ളത്താൽ ഹല്ലേലൂയ മുഖരിതമായിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്തത്വമുള്ളവനെ കൊന്നുകളയുവാൻ നൈൽ നദിക്കോ ഫറവോന്റെ കൽപ്പനകൾക്ക് കഴിയത്തില്ല എന്നൊരു ഒരു ആലോചനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ കുത്തിക്കാട് ഒളിപ്പിച്ച കുഞ്ഞ് പക്ഷെ വെള്ളത്തിന്റെ അവനിലേക്കുള്ള വാക്തത്വം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ അവൻ ഈ ലേവ്യ കുടുംബം നിന്നാ പോരാ. ഫറവോന്റെ ആരാണോ ഇവനെ കൊന്നുകളയുവാൻ മോശെ കൊന്നുകളയും എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു അവന്റെ ഭവനത്തിലേക്ക് അവിടേക്ക് എത്തപ്പെടുക എന്നുള്ളത് ഹല്ലേലൂയ ദൈവത്തിന്റെ നിയോഗമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നാം പലയിടങ്ങളായിരുന്നവരായിരിക്കാം. പക്ഷേ പലയിടങ്ങളിൽ നിന്നും നമ്മെ ദൈവം കഷ്ടതയുടെയും കഠിനമായ ശോധന നമുക്ക് ചിലയിടത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോ നാം ഒരിക്കലും അതേ ഓർത്ത് ഭാരപ്പെടരുത്. ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ ഈ നദിയിൽ നിങ്ങളെ ദൈവം തകർക്കത്തില്ല. ഭൂമിയാകുന്ന ഈ ലോകമാകുന്ന പാപത്തിന്റെ അന്ധകാരത്ത് ദൈവം നിങ്ങളെ വീഴ്ത്തുകയില്ല. ഹല്ലേലൂയ, പകരം നിങ്ങളെ വിളിച്ചൊരു ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ, ദൈവം ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ നിങ്ങളെ തെരഞ്ഞെടുത്തത് ദൈവം ഹല്ലേലൂയ ആ ഉദ്ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇടയാകും. നമുക്ക് കാണുവാൻ കഴിയും ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ. നോക്കുക, ഫറവോന്റെ പുത്രിയാണ് ഹല്ലേലൂയ, ഒരു രാജ്യത്തിന്റെ അധികാരിയുടെ മകളാണ്. അവൾക്ക് ആ ദേശത്ത് ആ രാജ്യത്ത് അധികാരമുണ്ട്. ഹല്ലേലൂയ, രാജധാനിയിൽ കുളിക്കേണ്ടവൾ, അന്തപുരത്തിനകത്ത് കുളിക്കേണ്ടവൾ എന്തുകൊണ്ട് ഹല്ലേലൂയ നദിയിൽ കുളിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പദ്ധതി നോക്ക്. ഹല്ലേലൂയ, നശിപ്പിച്ച് കളയുന്നവനെ കൊണ്ട് അവന്റെ കുടുംബത്തിലേക്ക് ഹല്ലേലൂയ ദൈവം ഈ കുഞ്ഞിനെ കയറ്റുവാനിടയായി. നിങ്ങൾ ആരാണോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആത്മീയ ജ്ഞാനം തകർത്തുകളെ അവനെ അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, മോശ ഫറവോന്റെ ഭവനത്തിനകത്ത് സകല കലാവല്ലഭനായ യുദ്ധങ്ങളും യുദ്ധമുറകളും തന്ത്രങ്ങളും പഠിച്ച ശേഷമാണ് ദൈവം മോശ ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ കുഞ്ഞിനെ ഞാങ്ങളിടയിൽ വെച്ചു. പക്ഷേ ഞാങ്ങളിടയിൽ നിന്ന് വെള്ളത്തിന് ഇളക്കം കാരണം ഈ കുഞ്ഞ് മോശക്കുഞ്ഞ് എന്ത് ചെയ്തു, നദിയിലേക്ക് പോയി. അവൻ എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ തന്റെ സഹോദരി പെങ്ങൾ ദൂരത്ത് നിന്ന് കാണുന്നു. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഈ തന്റെ ആങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തില്ലെന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ സഹോദരനെ ഇനി കാണുവാൻ കഴിയുമോ എന്നൊരു വെമ്പലായിരിക്കാം ഒരുപക്ഷെ മോശയുടെ സഹോദരനാകത്ത്. പക്ഷെ എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളില് സഹോദരന്മാരുടെയും ജീവൻ അപായമായി നിൽക്കുമ്പോൾ യവൻ എന്താ സംഭവിക്കുന്നത് എന്ന് കാണുവാൻ ദൂരത്ത് നിന്ന് നമ്മെ വീക്ഷിക്കുന്നവരോ നമ്മൾ തകർച്ച കാണുവാൻ, നമ്മ തകർന്നു പോകുക, തരിപ്പണമായി പോകുവാൻ, ഒന്നുമില്ലായ്മപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ നശിച്ചു പോകുവാൻ, നമ്മുടെ ജന്മം പാഴായി പോകുവാൻ, നാം മരിച്ചു പോകുവാൻ, എന്നേക്കും ഭൂമി വിട്ടു പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നവർ. എന്നാൽ നോക്കുക, മനുഷ്യന്റെ ഹിതമോ മനുഷ്യന്റെ ഇഷ്ടമോ അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്ത് കൂടി നടന്നു. അവൾ ഞങ്ങളുടെ ഇടയിൽ നോക്കുക, ഈ മോശയുടെ അമ്മ ഈ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് ഇടയിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്ത് നടന്നു. നോക്കുക, ഫറവോന്റെ പുത്രി ആരാ? ഈ വെള്ളത്തിനകത്ത് കുളിക്കാൻ വന്നു. പക്ഷെ അവിടെ ദാസിമാര് നദീതീരത്തോട് ഇങ്ങനെ നടന്നപ്പോ പെട്ടെന്ന് ഈ ഞാങ്ങണക പെട്ടകം കാണുവാനിടയായി. അത് എടുത്തുകൊണ്ടുപോയി ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാതെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു എന്ന് അവളോട് അനുഭവം. നോക്കുക പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഫറവോന്റെ സന്തതിയാകുമ്പോ അവൾക്ക് ദുഷ്ടഹൃദയമാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഫറവോന്റെ ഹൃദയം പോലെ ആയിരുന്നില്ല തന്റെ മകളുടെ ഹൃദയം. ഹല്ലേലൂയ, നോക്കുക, അവളുടെ ഹൃദയത്തിനകത്ത് അലിവ് തോന്നിയ കർത്താവ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നോക്കുക, അത് മാത്രമല്ല, ഹല്ലേലൂയ,
സ്വന്തം കുഞ്ഞിനെ ഒരിക്കലും കാണുവാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്റെ ആങ്ങളെ ഒരിക്കലും കാണുവാൻ കഴിയില്ല എന്ന കരുതിയ ഹല്ലേലൂയ അമ്മേ അപ്പനും അമ്മയും ഹല്ലേലൂയ സഹോദരിയുടെയും മുമ്പിലേക്ക് അവൻ ഹല്ലേലൂയ ഈ പ്രതിസന്ധി കാണാം, ഈ രാജാവിന്റെ കൽപ്പന കാണാം, മനസ്സില്ല മനസ്സോട് ഹല്ലേലൂയ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഹല്ലേലൂയ നദിയുടെ കരയിലേക്ക് ഉപേക്ഷിച്ച മാതാപിതാക്കൾ. പക്ഷേ നോക്കുക, അവരെ തേടി ഹല്ലേലൂയ ഈ നോക്കുക ഈ പെങ്ങള് പറവനപുത്രൻ ഈ കുഞ്ഞിന് പൈതലിന് മുല കൊടുക്കേണ്ടത് എബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. അമ്മ വരിക എന്ന് പറഞ്ഞു. നോക്കുക, എബ്രായ ബാലന്മാരെ കൊന്നുകളയുവാൻ അമ്മ ഏത് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടത്, ആ കൊട്ടാരത്തിൽ നിന്ന് ചിലതിനെ ദൈവം തൊട്ട് ഹല്ലേലൂയ ആ കുഞ്ഞിന് വേണ്ടി അവന്റെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ച ദൈവം, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അമ്മ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അമ്മ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനിടയാ. നോക്കുക, അതിനുശേഷം ഫറവോന്റെ മകൾ അവിടെ കുഞ്ഞിനെ ആമി കണ്ടെത്തി പുറത്തെടുത്തു. അങ്ങനെ അവൻ ഈജിപ്ഷ്യൻ രാജകുടുംബത്തോടൊപ്പം വളർന്നു നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനുശേഷമാണ് മോശ നമ്മെ മിസ്രൈം വിട്ട് പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി പറയുവാനുള്ളത് ഹല്ലേലൂയ, നിങ്ങളെ ആര് തകർക്കുവാൻ നോക്കിയാലും, നിങ്ങളെ ആത്മീയ ജീവിതത്തെ ആര് തകർത്ത് കളയുവാൻ നോക്കിയാലും, നിങ്ങളെ ആത്മീയത്തെ ഉയരുവാൻ നിങ്ങളിൽ എത്തിക്കുന്ന വാക്കത്തേക്ക് ഹല്ലേലൂയ നിങ്ങളെ നടത്തിക്കാതെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ സമാധാനമില്ലാതാക്കി അമ്മീൻ ജീവന് പോലും ആളപായം ശ്രമിക്കുമാറ് ശത്രു നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കിയാലും അമ്മേ ഹല്ലേലൂയ സർവശക്തനായ ദൈവം, കോഷ്കില്ലാതെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവം ഹല്ലേലൂയ അമ്മേ ശത്രു നിന്നെ ഏത് പത്തിലൂടെ ഏത് വഴിയിലൂടെയാണ് തുരത്തുവാൻ ശ്രമിക്കുന്നത്, അമ്മേ ദൈവം ആ വഴിയിലേക്ക് നിന്നെ കൊണ്ടുവരണ്ടേ. ശത്രു ഒരു പക്ഷേ അമ്മ കൊന്നുകളയുവാൻ കൽപ്പനയിട്ടാലും ഹല്ലേലൂയ അമ്മേ നിന്നെ വളർത്തുന്നവൻ ദൈവമാണ്. ദൈവത്തിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടവനായതുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കും. അമ്മേ നിന്നെ നിന്ദിക്കുന്നതിന് മുമ്പാകെ അമ്മേ നഷ്ടമാണെന്ന് തോന്നിക്കുമാറെങ്കിലും പിന്നത്തേത് ലാഭമാക്കി മാറ്റി ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം പറ്റി ആമേ ഹല്ലേലൂയ നിത്യതയുടെ ഉടമകത്തെ കാണുവാൻ തക്കവണ്ണം ഒരു ജനത്തെ പുറപ്പെടുവിച്ച് അമ്മേ നിത്യതയുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസമായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. പ്രാർത്ഥിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥന നമ്മെ അത് യുദ്ധകളമാണ്. യുദ്ധകളത്തിലേക്ക് നാം കയറുക, പോരാടുക. വാർത്ത ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, തകർച്ചകൾ ചെയ്ത് കടന്നു വന്നേക്കാം, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ചെയ്ത് വന്നേക്കാം. എങ്കിലും തളരാതെ വിശ്വാസം നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വലിയവ ചെയ്യും, വലിയവ കാണുവാനിടയാകും. ദൈവം നമ്മെ ഒന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ.